ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മേഘ. ഇന്നത്തെ ടൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ദിസ് ഈസ് ഫോർ ദ പീപ്പിൾ, ദിസ് ഈസ് ഫോർ മൈ ഗേൾസ് ഹു വോണ്ട് ടു ബി കോൺഫിഡൻറ്റ് ആൻഡ് വോണ്ട്സ് ടു ബി ദ ട്രൂവസ്റ്റ് സെൽഫ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ്. ഫസ്റ്റ്ലി പറയാലോ, എനിക്കിത് പറയാൻ എന്താ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ യൂസ് ടു ബി എ വെരി ഷൈ പേഴ്സൺ. ഐ യൂസ് ടു ബി ഒരു ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ. പക്ഷേ എൻ്റെ ഒരു 17-18 ഒക്കെ ഏജ് ആവുന്ന സമയത്ത് പെട്ടെന്നൊരു അവേക്കനിങ് ഉണ്ടായി. ഞാൻ എക്സാക്ട്ലി എന്ത് തേങ്ങയാ പേടിക്കുന്നത്, ഞാൻ ആരുടെ വാലിഡേഷന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, ഞാൻ ആരുടെ അപ്രൂവലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, ഇങ്ങനത്തെയൊക്കെ തോട്ട്സ് വന്നു തുടങ്ങിയപ്പം എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് സ്പീക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ തന്നെ എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻ ആയിട്ടില്ലെങ്കിൽ ദർ ഇസ് നോ ബഡി എൽസ്. ബാക്കി എല്ലാവർക്കും ഞാൻ ചെയ്യുന്നതിൽ ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് അവരുടേതായിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കാൻ പറ്റും ടു നോട്ട് സപ്പോർട്ട് മീ. പക്ഷെ എനിക്ക് മാത്രമേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ കംപ്ലീറ്റ്ലി 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ് പീപ്പിൾ ഇൻക്ലൂഡിങ് മീ എപ്പോഴും നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് കോൺഫിഡൻ്റ് ആയിരിക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് കൺസിസ്റ്റൻ്റ്ലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല കോൺഫിഡൻസ്. നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മളെ കോൺഫിഡൻസ് കുറയും കൂടും. നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാം പോയി ഇനി അങ്ങനെ ആരെയും ഫേസ് ചെയ്യണ്ട, എനിക്കൊരു മൂലയിലിരുന്നാൽ മതി എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാവും. ആൻഡ് അതെനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ ഇൻ അങ്ങനത്തെ ഒരു ഇത്, വെയിറ്റ് ഇറ്റ് ഔട്ട്. ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഇല്ല എനിക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോയേ പറ്റൂ, എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഫിയറിലല്ല ഇതൊന്നും ആക്ട് ചെയ്യേണ്ടത്. ടേക്ക് യുവർ ടൈം ആൻഡ് ഫിഗർ ഔട്ട് നിങ്ങൾ എക്സാക്ട്ലി എന്തിനെയാണ് പേടിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു ചാലഞ്ചിങ് ടൈം നിങ്ങളുടെ നിന്ന് പോയി കഴിഞ്ഞോ, വേണ്ട ഒരു റിക്കവറി ടൈം എടുത്തതിന് ശേഷം മെല്ലെ മെല്ലെ പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ, ഇഷ്ടമുള്ള പോലെ മേക്കപ്പ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ജനറലി സൊസൈറ്റിയിൽ എല്ലാവരുടെയും അപ്രൂവൽ വേണം. മോസ്റ്റ് ഓഫ് ദ ടൈം ഗേൾസിന് പേരൻസിൻ്റെ അപ്രൂവ് വേണം, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഫാമിലി അത് ഇത്. ആൻഡ് മോസ്റ്റ് ആൾക്കാർക്കും ഒരു പ്രിവിലേജ് ഇല്ല ടു ഹാവ് their own opinions, their own choices. ഒക്കെ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള പ്രിവിലേജ് ഉണ്ട്. പ്രിവിലേജ് ചിലപ്പം ഈ ആൾക്കാർ വാങ്ങിയെടുത്തതായിരിക്കും, ലൈക്ക് മീ, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ഫാമിലി അത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിരിക്കും, അത്ര പ്രോഗ്രസീവ് ആയിരിക്കും. പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ടീനേജ് ഏജ് വാസ് മൈ ടഫസ്റ്റ് ടൈം ഇൻ ലൈഫ്. ആ ഒരു സമയത്ത് എനിക്കും എൻ്റെ പേരൻസിനും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും ഒക്കെ പല ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് പഠിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു, ഞാൻ എങ്ങനെ മേക്കപ്പ് ഇടുന്നോ ഇടുന്നില്ലേ, ജ്വല്ലറി ഇടുന്നുണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വാക്കുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു എന്നെ ജഡ്ജ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ നടക്കേണ്ടത്, ഞാൻ നടക്കുന്ന സംസാരിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ശരിയുണ്ട് ഒരു തെറ്റുണ്ട് എന്നുള്ളതൊക്കെ മറ്റുള്ളവരായിരുന്നു തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഫോം ചെയ്ത് എനിക്ക് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഫോം ചെയ്ത് തുടങ്ങിയ ഒരു ഏജ് മുതൽ ഐ ഹാവ് ബിൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഭയങ്കര റിബെല്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ആൻഡ് അതിൽ ഞാൻ ഇപ്പോഴും എൻ്റെ മുകളിൽ ഭയങ്കര പ്രൗഡാണ്. ഈവൻ ദോ എൻ്റെ മെൻ്റൽ ഹെൽത്ത് നല്ലോണം പോയിട്ടുണ്ട് ആ ഒരു സമയത്തെങ്കിലും എൻ്റെ ലൈഫിൽ പല ഫ്രീഡംസും എനിക്ക് തന്നതല്ല, അത് എനിക്ക് പിടിച്ച് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആരെടുത്തും പോയി തല്ലുണ്ടാക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇത് നിങ്ങളുടെ ലൈഫാണ്. ഒരു ഏജിൻ്റെ നിങ്ങളൊരു അഡൾട്ടായി 18-19 ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ദി ഡിസ്ക്രെഷൻ ടു ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. എസ്പെഷ്യലി നിങ്ങൾ എന്ത് പഠിക്കണം, നിങ്ങൾ എങ്ങനെ നടക്കണം, നിങ്ങൾ എന്ത് വസ്ത്രം ഇടണം, നിങ്ങൾ എന്ത് മേക്കപ്പ് ഇടണോ വേണ്ടയോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിനും ഇങ്ങനെ വീട്ടിൽ അമ്മമ്മേൻ്റെ അച്ഛൻ്റെയോ അച്ഛമ്മേൻ്റെയോ എല്ലാവരുടെയും എല്ലാം കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ അച്ഛനോ അച്ഛമ്മയോ ഒന്നും അങ്ങനെയൊന്നും പറയാൻ വന്നിട്ടില്ല. പക്ഷേ ഐ നോ എ ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ഹാസ് സ്ട്രഗിൾഡ് ത്രൂ ദിസ്. ആൻഡ് ഒരു വിഭാഗം ഓഫ് പീപ്പിൾ ദാറ്റ് ഐ ഹാവ് നോട്ടിസ്ഡ് ഇസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ടൈം പേരൻസിനെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര
ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് പേരൻസ് കൊടുക്കുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും മാനിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാനോ ഒരു കോഫി കുടിക്കാൻ പോകാനോ ഒരു സിനിമയ്ക്ക് പോകാനോ ഒന്നിനും ഫ്രീഡം ഇല്ലാണ്ട്, ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് പോലും ഇടാൻ ഫ്രീഡം ഇല്ലാണ്ട് പേരൻസിൻ്റെ കൂടെ ജീവിച്ച്, ആൻഡ് കറൻ്റ്ലി ഐ നോ ദീസ് പീപ്പിൾ ഹാവ് മാരീഡ് ഓഫ്, ആൻഡ് ഇതേപോലെയുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലീസിലേക്ക് മാരീഡ് ഓഫ് ആയിട്ട് അവിടെ നിന്ന് പിന്നെ അവരുടെ ഹസ്ബൻഡ്, ഇൻലോസ്, അവരുടെയൊക്കെ ഒപ്പീനിയൻസും ആയിരിക്കുന്ന രീതിയിൽ ജീവിച്ച് പോവുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇസ് ദാറ്റ് ദ കൈൻഡ് ഓഫ് ലൈഫ് യു വോണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡെവലപ്പ് എ പേഴ്സണാലിറ്റി ഓഫ് യുവർ സെൽഫ് ആൻഡ് ഹൗ ക്യാൻ യു ലിവ് ദ വേ യു വോണ്ട്? നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി ദാറ്റ് ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ടൈമേ യങ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു 40s ശേഷം മോസ്റ്റ് ആൾക്കാർക്കും പല 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 ഹെൽത്ത് ഇഷ്യൂസ് വന്നു തുടങ്ങും. ഞാൻ ഇതൊക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങാനുള്ള വലിയൊരു റീസൺ വാസ് എനിക്കുണ്ടായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ ആൻഡ് എൻ്റെ ബോഡി എങ്ങനെയായിരുന്നു, എൻ്റെ മൈൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ഹാവ് എനി ഗുഡ് മെമ്മറീസ് അറ്റ് ഓൾ. ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴാണ് ജീവിച്ചത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എപ്പോഴാണ് ജീവിച്ചത്. ദിസ് ഈസ് നോട്ട് അബൌട്ട് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് അത് ഇത് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഒരു കോൺഫിഡൻസ് ആൻഡ് ഹാവിങ് ദ ഫ്രീഡം ടു ഡിസൈഡ് എനിക്കൊരു ചായ വേണം. അപ്പം ഞാനെൻ്റെ ബാഗും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ചായപ്പിടി പോയി ഒരു ചായ കുടിക്കുന്നു. ഞാൻ കോഴിക്കോടാണ്, അപ്പോൾ ഞാൻ SMCD പോയിട്ട് കുറച്ച് ബുക്സൊക്കെ നോക്കുന്നു, എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് വരുന്നു. ആൻഡ് ഞാൻ വന്ന് കയറുമ്പം അവിടെ നെഗറ്റിവിറ്റി ഇല്ല. വന്ന് കയറുമ്പോൾ മൈ പേരൻസ് ആർ നോട്ട് ഷൗട്ടിങ് അറ്റ് മീ. ഐ മീൻ ഓഫ് കോഴ്സ് ഐ വിൽ ടെൽ ദം വെയർ ഐ എം ഗോയിങ്. പക്ഷേ അതല്ലാണ്ട് എന്തിനും പോയി പെൺകുട്ടികൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് ഒരു പ്രായം വരെ എൻ്റെ പേരൻസ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ദേ റിയലൈസ് ദാറ്റ് ലോകത്തിൽ അവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്കും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഇവരെന്ത് പറയും അവരെന്ത് പറയും എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി ആരുടെയും വായ അടപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. സോ ഒരു പോയിന്റിൽ ദേ സ്റ്റാർട്ടഡ് ഹാവിങ് ഒരു ഗുഡ് കോൺഫിഡൻസ് ഇൻ മീ ആൻഡ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി ഞാൻ ആരാ എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ മൈ പേരൻസ് ഹാഡ് ആ ഒരു കോൺഫിഡൻസ് ഇൻ മീ. അപ്പോൾ ദ ബിഗ്ഗസ്റ്റ് തിങ് ദറ്റ് ഐ ക്യാൻ ഷെയർ വിത്ത് യു ഓൾ ഇസ് നിങ്ങളുടെ പേരൻസിൻ്റെ കോൺഫിഡൻസ്. ലെറ്റ് ദം നോ യു ആർ എൻ ഇൻഡിവിജ്വൽ, യു ആർ എ കോൺഫിഡൻറ്റ് ഹാപ്പി എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ, നോട്ട് സംവൺ ഹൂ ഇസ് ഗള്ളിബിൾ. അല്ലെങ്കിൽ ഒരാൾ വന്ന് മോളെ ഏതാ ഒരു മുട്ടായി എന്ന് പറയുമ്പോൾ അത് തിന്നുകൊണ്ട് ഓടിപ്പോകുന്ന ടൈപ്പ് ഓഫ്. നമ്മളെപ്പോഴും നമ്മളെ പേരൻസിൻ്റെ മനസ്സിലൊരു കുഞ്ഞു ബേബീസ് ആയിരിക്കും. അപ്പം അവർക്ക് വളരെ ഹാർഡായിരിക്കും ടു ലെറ്റ് us ഗോ ഔട്ട് into the world, into the real world where കുറേ ടെറബിൾ തിങ്സ് ആർ ഹാപ്പനിങ്. ആൻഡ് നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടെറബിൾ തിങ്സ് ആർ ഹാപ്പനിങ്. അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് വിചാരിച്ച് നമുക്കൊരു വീട്ടിലൊരു കൂട്ടിനകത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. വി ഹാവ് ആർ ലൈഫ്, വി നീഡ് ടു ലിവ് ആർ ലൈഫ്. ആൻഡ് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ എന്താ പറയുക റുട്ടീൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഹാവ് ഒരു പേഴ്സണാലിറ്റി. അതെന്ന് വെച്ചാൽ ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് ലെറ്റ് യുവർ കോൺഫിഡൻസ് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. വെച്ചിട്ടുണ്ടെങ്കിൽ യു കാൺ ജസ്റ്റ് സിറ്റ് അറ്റ് ഒരു കോർണർ ആൻഡ് സേ ദാറ്റ് ഐ എം കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കണം. യു നീഡ് ടു നോ ഹൗ ടു ടോക്ക് ടു പീപ്പിൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റെസ്പെക്റ്റ്ഫുള്ളി ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻഡ് രണ്ട് ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാനും ധൈര്യം ഉണ്ടാവണം. ദാറ്റ് ഈസ് എ പേഴ്സണാലിറ്റി. അല്ലാണ്ട് എല്ലാവരെയും പ്ലീസ് ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ളതെന്ന് പറയാം. സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരു നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് എന്നുള്ളത് മനസ്സിലാവണം. അപ്പോൾ അതിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരും എടുത്ത് തരുന്നത് സാഹചര്യം വളരെ കുറവായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ യു നീഡ് ടു ആസ്ക് ഫോർ ദാറ്റ് ഫ്രീഡം. You need to fight for that freedom. You need to rebel, and then your parents will understand, oh, my daughter is such a strong person. She has ഇത്രയ്ക്ക് കോൺഫിഡൻസ്. ഒരുത്തം മുന്നേ വന്ന് നിന്നിട്ട് അതും ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റൊന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ അലേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ, ദാറ്റ് ഈസ് യുവർ പേരൻസിനെ വിളിക്കാനുള്ള യും ഹോണസ്റ്റിയും ഉള്ള കുട്ടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം പേരൻസ് വിൽ ലെറ്റ് ഗോ മെല്ലെ.
ദേ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് യോർ ഹാപ്പിനെസ്. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോയിട്ടൊരു ലൈബ്രറിയിൽ പോകുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെടി ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചു കൊണ്ടുവരുന്നതിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് നിങ്ങളുടെ പേരൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി യുവർ മദേഴ്സ്, ദേ വിൽ അപ്രീഷിയേറ്റ് ദ ഫ്രീഡം യു ഹാവ്, വിച്ച് ഈസ് മോസ്റ്റ് പ്രോബബ്ലി ദ തിങ് യുവർ മദേഴ്സ് ഡിഡൻറ്റ് ഹാവ്. പിന്നെ ക്ലോത്ത്സിൻ്റെ കാര്യമാകുമ്പം ഇറ്റ്സ് ആർ നോട്ട് സംതിങ് യു വെയർ ഫോർ മെൻ. അല്ലെങ്കിൽ ആണുങ്ങൾ നോക്കുന്നു അങ്ങനെ എങ്ങനെ. ആണുങ്ങൾ വി ഓൾ നോ, ഒരു ബേബീനെ ആണെങ്കിലും ഒരു വയസ്സായ ലേഡി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓങ്ങൾ ചെയ്യും, ഉപദ്രവിക്കുന്നവരാണെങ്കിലും ഉപദ്രവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് അതിന് ലിറ്ററലി ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ്, ചില ആൾക്കാർ പറയും റെഡ് ലിപ്സ്റ്റിക്ക് ഇടുന്നത് മോശമാണ്, ഇത് ബാഡ് പേഴ്സണാലിറ്റി ഉള്ള വിമനാണെന്ന് സിഗ്നിഫൈ ചെയ്യുമ്പോൾ ഐ എം സ്കെയർഡ് ടു വെയർ റെഡ് ലിപ്സ്റ്റിക്. ഡോണ്ട്. അതിപ്പോൾ നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക് ഇട്ടാലും അതിനെ മോശമായി കാണുന്നവർ അതിനെ മോശമായി കാണും. അല്ലാണ്ട് യു കാൺ പ്രിവെൻറ്റ് ദീസ് തിങ്സ്. നിങ്ങൾക്ക് വേറൊരാളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് നമ്മളൊന്നും പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ 10 ആളുടെ മൈൻഡിൽ പല പല കാര്യങ്ങളായിരിക്കും. അപ്പം അവരെയൊക്കെ അവരുടെയൊക്കെ ചിന്തയിൽ നമ്മൾ കയറി നമുക്കത് അനലൈസ് ചെയ്ത് അവിടെയൊക്കെ നമുക്ക് എല്ലാം പരിഹരിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. What you can do is be yourself. Because when it comes to clothing, ഒരു അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനിൽ ബീച്ച് വെയർ ഇട്ടിട്ട് പോവില്ല. സോ ഒരു സോഷ്യലി ഉള്ളൊരു എറ്റിക്വറ്റ്. ഡസ് ദാറ്റ് മീൻ നമ്മൾ ബീച്ചിൽ നടക്കുന്ന സമയത്ത് സാരിയോ അല്ലെങ്കിൽ ലെഹങ്കയോ ഇട്ടിട്ട് അങ്ങ് നടക്കണം, വെള്ളത്തിൽ ചാടണം? നോബഡി ഡസ് ദാറ്റ്. പിന്നെ സ്വന്തം വീട്ടിൽ നമ്മൾ കുറേ ആൾക്കാർക്ക് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ബ്രദേഴ്സും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ എപ്പോഴും വന്നു പോകുന്ന വീടാണെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ആൻറ്റിമാരൊക്കെ പറയായിരുന്നു, ആ റിലേറ്റീവ് വരുന്നല്ലേ ഈ റിലേറ്റീവ് വരുന്നല്ലേ, ഷോർട്ട്സ് ഇടരുത് എന്നൊക്കെ പറയുന്നവർ എൻ്റെ ടീനേജിലും ഉണ്ടായിരുന്നു. എനിക്ക് അതൊരു ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നും. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ ബർത്ത് ചെയ്ത് നമ്മളുടെ സ്വന്തം അച്ഛൻ, നമ്മളെ സ്വന്തം ബ്രദർ അല്ലെങ്കിൽ കസിൻസും ആവട്ടെ, ദേ വാച്ച്ഡ് us ഗ്രോ അല്ലേ, പീപ്പിൾ ഓൾഡർ ദൻ us. അപ്പം ഹൗ ഇസ് ദം സെക്ഷുവലൈസിങ് ഒരു യങ്ങർ ചൈൽഡ്? ഹൗ ഇസ് ദാറ്റ് ദ ചൈൽഡ്സ് മിസ്റ്റേക്ക്? എങ്കിൽ ഈ അങ്കിൾമാർ ഇവരൊക്കെ നമ്മൾ വളരുന്ന സമയം മുതൽ നമ്മൾ കാണുന്നവരല്ലേ, പുറത്തുള്ള സ്ട്രേഞ്ചേഴ്സോ ഒന്നുമല്ല. അപ്പം നമ്മളുടെ വസ്ത്രം കണ്ടിട്ട് നമ്മളെ അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ നോക്കുന്നവരാണോ നമ്മളെ വീട്ടിലേക്ക് പേരൻസ് കയറ്റിക്കൊണ്ടിരുന്നത്? ദാറ്റ് ഈസ് സംതിങ് ദി അഡൾട്ട്സ് ഇൻ ദ ഹൗസ് ഷുഡ് തിങ്ക് അബൌട്ട്. സ്റ്റോപ്പ് ബീയിങ് അങ്ങനത്തെ അത്രയ്ക്ക് ഗള്ളിബിൾ. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകം. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുട്ടികൾ ഇങ്ങനത്തെ രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും, അങ്ങനെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുട്ടികളെ ഉപദ്രവിക്കുന്നത്, നിങ്ങളെ കുട്ടികളെ ഏറ്റവും പെർഫെക്റ്റ്ലി ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തും ഉപദ്രവിക്കുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനത്തെ മോശപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ലെറ്റ് ദം ഇൻ ടു യുവർ ഹൗസ്. മേക്കപ്പ് ഇടുന്നതും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് ജസ്റ്റ് യുവർ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഒരുങ്ങി നടക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ചില സമയം ഭയങ്കര വലിയ വിങ്ഡ് ഐലൈനർ ഇടാൻ ഇഷ്ടമാണ്. അതുപോലെ കുറച്ച് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുറച്ച് ഗോത്തിഷ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഡസ് ദാറ്റ് മീൻ അത് ആരെങ്കിലും അപ്പീൽ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ആണോ ഞാൻ ചെയ്യുന്നത്? അല്ല. എനിക്ക് എൻ്റെ ഫേസിൽ അങ്ങനെയൊക്കെ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നതും ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകുന്നതും എനിക്ക് ഇഷ്ടമാണ്. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സ്. ദാറ്റ് ഡസ് നോട്ട് ഡിഫൈൻ മീ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ഇടും, നാളെ ഞാനൊരു സാരി ഇട്ടിട്ട് ഞാൻ ദിവാലീൻ്റെ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ ആ വീഡിയോ ആണ് ആദ്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ എന്ത് കുലീനയായ കുട്ടി എന്ന് വിചാരിക്കും. എന്നിട്ട് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു വസ്ത്രധാരണയിൽ ഇങ്ങനത്തെ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പം യു വിൽ തിങ്ക് ഓ ഫെമിനിറ്റി അല്ലേ. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ പെർസീവ്. അല്ലാണ്ട് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും മോശമായി ചിന്തിക്കുന്നവരുണ്ടാവും. സോ ക്യാൻ വി പ്ലീസ് ദം? നോ.
അപ്പം ഐ എം ടെല്ലിങ് യുവർ ഗേൾ, സ്റ്റോപ്പ് പീപ്പിൾ പ്ലീസിങ്, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്, പ്രയോറിറ്റൈസ് യുവർ ഫാമിലി. ഓൺലി യുവർ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ മാത്രം നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം തരാൻ അനുവദിക്കുക. ബാക്കി ആരും നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്നർ സർക്കിളിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഇൻ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഇത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഓൾവേസ് കമൻറ്റ്. ഐ വിൽ ഒബ്വിയസ്ലി റിപ്ലൈ. ഐ ലവ് ടോക്കിംഗ് ടു യു ഗേൾസ്. അപ്പം ബൈ, വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.